നമ്മൾക്ക് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് 10 മണിക്ക് എത്തേണ്ടതുണ്ട്, വണ്ടിയൊന്നും ഇല്ല, നമ്മൾ ഓടി എത്തണം. ഓടി തുടങ്ങിയൊക്കെ നമ്മൾ മനസ്സിലാണത് ഷൂവിന്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട്, ആ കല്ല് നല്ല വേദന ആക്കണമുണ്ട്. പക്ഷെ നമ്മക്ക് ഒരു സെക്കൻഡ് കളയാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓടണം. അങ്ങനെ ഡിസിപ്ലിൻ ഉണ്ട്. കാരണം ഞാൻ എത്തും പറഞ്ഞാൽ എത്തും എന്നുള്ളതാണ്. അങ്ങനെ ഓടി അവിടെ എത്തുമ്പോ കറക്റ്റ് ടൈമിൽ അവിടെ എത്തും. പക്ഷെ കാല് നാശകോശമായി ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവും. ആ കാരണം കൊണ്ട് പിറ്റേ ലീവ് എടുക്കേണ്ടി വരുന്നുണ്ടാവും. നേരെ മറിച്ച് അവിടെ ഒരു 30 സെക്കൻഡ് വൈകിയാലും വേണ്ടിയില്ല, എനിക്ക് ആ കല്ലെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഓടാലോ എന്ന് ചിന്തിക്കുന്നതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കണ, നമുക്ക് പരിക്കുണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് സ്പീഡ് ഓടാൻ ശ്രമിക്കുക. ഞാൻ അതിൽ കുറച്ച് വൈകിയാലും പ്ലാൻ കുറച്ച് തെറ്റിയാലും വേണ്ടില്ല, ആ ഫീൽ ഗുഡ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. ഇത് റിയൽ ലൈഫിലുണ്ട്. ബിസിനസ്സിലൊക്കെ ശരിക്ക് നമ്മൾ ഓരോ ടാർഗറ്റ് വെക്കുന്നുണ്ടാവും. അപ്പൊ ടാർഗറ്റിനനുസരിച്ച് ടീമിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പുഷ് ചെയ്യും, ഓവർ പുഷ് ചെയ്യും. പക്ഷെ റിയൽ കാരണം എന്തായിരിക്കും, ചിലപ്പോ ഓവറായിട്ട് ഓർക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലയന്റിന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, ഓർക്ക് കൊടുക്കണുണ്ടാവും. അപ്പൊ അത് ആ കാരണം കൊണ്ട് ഒരിക്കലും അത് എന്ത് ചെയ്യുക, ഫീൽ ഗുഡോടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഡിസിപ്ലിൻ എന്നുള്ളൊരു ഐഡിയ നമ്മളെ ഉള്ളിലുള്ളതുകൊണ്ട് ഇത് എന്തായാലും തീർത്തേ മതിയാവും എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും, തീർപ്പിക്കും. അപ്പൊ നമ്മൾ തീരുന്നുണ്ടല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇത്ര സമയം കൊടുത്താൽ മതി, അങ്ങനെയല്ലേ പിന്നെ പോകുന്നുണ്ടാവുക. നേരെ മറിച്ച് ഇവര് ആ പരിക്കവിടെ ഉണ്ട്. ഓല് ആ ടീമിൽ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഇറങ്ങി പോകും, വേറെ സ്ഥലത്ത് പോകും. അല്ലെങ്കിൽ ഓല് ഒരിക്കലും നമ്മളോട് ഒരു ഇമോഷണലി കണക്ഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ പരിക്കാണ്. നേരെ മറിച്ച് ഈ പരിക്ക് മനസ്സിലാക്കി കല്ലെടുത്ത് കളയുന്ന പോലെ തന്നെ അടുത്ത വർക്ക്, ഈ വർക്കിലും കൂടെ നിങ്ങളൊന്ന് സഹകരിക്കുക. അടുത്ത വർക്കിൽ എന്ത് ചെയ്തു, നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ടൈം ചോദിക്കാം, അല്ലെങ്കിൽ ടൈം കമ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പൊ ബിസിനസ് വലുതാക്കുമ്പോഴും ഇതേ സാധനം തന്നെയാണുള്ളത്. ഫീൽ ഗുഡ്നെസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ലോങ് ടൈമിൽ കാര്യമുള്ളൂ. മറ്റെന്താ വെച്ചാല് ഒരു ഫിനാൻഷ്യൽ ഇയറോ 2 ഫിനാൻഷ്യൽ ഇയറോ ഒക്കെ നല്ല പണിയെടുത്ത് ഹാപ്പി ഉണ്ടാവും. പക്ഷെ ആ പണി എടുപ്പിച്ച എംപ്ലോയീസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും.